Hi children, welcome to LKLO Star Maths class. ഇന്ന് നമ്മൾ SSLCയിലെ ഫസ്റ്റ് ചാപ്റ്റർ മാത്സിലെ അരിത്തമെറ്റിക് സീക്വൻസസിലെ പേജ് നമ്പർ 21 സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഇതെല്ലാം അപ്ലോഡ് ചെയ്തതാണ്, സോ എല്ലാവരും അത് കാണുക. ദ ടേം ഇൻ 2 പൊസിഷൻസ് ഓഫ് സം അരിത്തമെറ്റിക് സീക്വൻസസ് ആർ ഗിവൻ ബിലോ. റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ഈച്ച്. കണ്ടോ, അതായത് ടേംസ് ഇൻ 2 പൊസിഷൻസ് ഓഫ് സം അരിത്തമെറ്റിക് സീക്വൻസസ്. ചില പൊസിഷനിലുള്ള നമ്പേഴ്സ് മാത്രമാണ്, ഒരു അരിത്തമെറ്റിക് സീക്വൻസസിലുള്ള ചില പൊസിഷനിലുള്ള 2 നമ്പേഴ്സ് മാത്രം നമുക്കിവിടെ തന്നിട്ടുണ്ട്. ആ 2 നമ്പേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എത്ര എണ്ണം കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്? റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ഈച്ച്. ആദ്യത്തെ 5 ടേംസിനെ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ള തേർഡ് ടേം 24 അല്ലേ, 34. മൂന്നാം പദം എത്രയാണ് തന്നിരിക്കുന്നത്? 34. പിന്നെ എന്താ തന്നിട്ടുള്ളത്? 6th ടേം 67. അപ്പോൾ തേർഡ് ടേമും തന്നിട്ടുണ്ട്, 6th ടേമും തന്നിട്ടുണ്ട്. ഇത് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ 5 ടേംസിനെ നമ്മൾ കണ്ടെത്തണം. ക്ലിയർ ആണല്ലോ? നമുക്ക് നോക്കാം എങ്ങനെയാണ്. കണ്ടോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുത്ത് എഴുതിയിട്ടുണ്ട്. തേർഡ് ടേം 34ഉം 6th ടേം 67ഉം. ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത സമ്മിൽ പറഞ്ഞിരുന്നു ഡിഫറൻസ് കാണാനായിട്ടുള്ളൊരു ഫോമുല. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഡിഫറൻസ് കണ്ടെത്താൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇതാണ് പൊസിഷൻ. പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 34ാമത്തെ നമ്പർ 3ാമത്തെ സംഖ്യയാണ്, അല്ലെങ്കിൽ 67ാമത്തെ നമ്പർ 6ാമത്തെ സംഖ്യയാണ്. സോ അതാണ് തേർഡ് ടേം എന്നും 6th ടേം എന്നും എന്നെല്ലാം പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് തേർഡ് ടേമിന് നമുക്ക് എന്തെഴുതാം? x3 എന്ന് എഴുതാം അല്ലേ. തേർഡ് ടേമിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ്? x3. സോ x3 എത്രയാണ്? 34. ദെൻ ഇത് 6ാം പദം ആയതുകൊണ്ട് നമ്മൾ അതിനെ എങ്ങനെ സൂചിപ്പിക്കാം? x6. ക്ലിയർ? x6 = 67. നമുക്ക് ഡിഫറൻസ് കാണാം. എന്താണ് ഡിഫറൻസ് കാണാനുള്ള ഫോമുല? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം എന്ന് പറഞ്ഞാൽ ആരാ? അതാ ഇവർ രണ്ടുപേരും അല്ലേ. പൊസിഷൻ എന്ന് പറഞ്ഞാൽ ആരാ? ഇവർ രണ്ടുപേരും. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യണം? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇനി അപ്പോൾ ഡിഫറൻസ് കാണാനുള്ള ഫോമുല ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാമെന്നും കൂടി ഇതാ, d = xm by xn, xm minus xn by m minus n. എന്താണ് xm, എന്താണ് xn എന്ന് പറഞ്ഞാൽ ഇതാ, ഇപ്പോൾ സപ്പോസ് എം എന്ന് പറയുന്നത് ഇതാണ് എഴുതുക. കണ്ടോ, 6th ടേം 67. അതാണ് ഇവിടുത്തെ മീനിങ്. കണ്ടോ, എൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടുത്തെ മീനിങ് വരിക? x3 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ 3ാം പദം 34 എന്നായിരിക്കും എൻ്റെ മീനിങ് വരിക. അപ്പോൾ ഡിഫറൻസ് കാണാൻ മറ്റൊരു ഫോമുല എന്താണ്? xm minus xn. ഇത് പൊസിഷനാണ് കേട്ടോ ഈ കാണുന്നത്. എമ്മും എന്നും എന്ന് പറയുന്ന പൊസിഷൻ, എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ടേമുകളായിരിക്കും. ക്ലിയർ ആയല്ലോ? ബൈ m minus n. കണ്ടോ, അപ്പോൾ ഇത് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇത് ഈ ഇക്വേഷനോ അഥവാ ഈ ഇക്വേഷനോ നിങ്ങൾക്ക് പഠിക്കാം കേട്ടോ. ഇതും പഠിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് തന്നെ നമ്മുടെ ടേം ഡിഫറൻസ് നോക്കാം. കണ്ടോ, 67 - 34. കാരണം നമ്മളെപ്പോഴും കണ്ടോ ഇത് ആദ്യം എഴുതരുത് കേട്ടോ. അതായത് തേർഡ് ടേം, 4th ടേം, 5th ടേം ഒക്കെ കഴിഞ്ഞിട്ട് 6th വരുന്നത്. അപ്പോൾ 6th ടേം വേണം ആദ്യം എഴുതാനായിട്ട്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ എന്ത് എഴുതുക? 67/34 ബൈ ഇത് എത്രാമത്തെ പൊസിഷനാണ്? കണ്ടോ, ഇതാ 6ഉം 3ും ആണ്. സോ 6 - 3. ക്ലിയർ ആയല്ലോ? ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുക? 33/3 അല്ലേ. 33 കിട്ടും. ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 67 - 34 എത്ര കിട്ടി? 33. 6 - 3 എന്ന് വരുമ്പോൾ എത്ര കിട്ടി? 3. 3 ഇതിൽ കട്ടായി പോകില്ലേ? 11 ടൈംസ് പോകും. സോ വി ഗോട്ട് വാട്ട്? 11. ഓക്കെ ആണല്ലോ? അത്രയും. അപ്പോൾ നമ്മുടെ ഡിഫറൻസ് എത്രയാണ്? 11 ആണ് നമുക്ക് കിട്ടിയത്. ഇനി കണ്ടോ, നമുക്ക് ഫസ്റ്റ് ടേം കാണണം. ഫസ്റ്റ് ടേം കാണാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു ഫോമുലയുണ്ട്. അതെല്ലാവരും പഠിച്ചു വെക്കണം കേട്ടോ. ഞാൻ പറഞ്ഞു തന്നില്ലായിരുന്നു. എന്നിരുന്നാലും നമ്മുടെ ഫോമുല ഇതാണ്. ഒരു x1 കാണാനായിട്ടുള്ള x1 ഫസ്റ്റ് ടേം കാണാനുള്ള ഫോമുല എന്താണ്? xn minus n minus 1 × d. ഫസ്റ്റ് ടേം കാണാനുള്ള ഫോമുല എന്താണ്? xn minus n minus 1 × d. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ഫസ്റ്റ് ടേം കാണാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എന്താ കൊടുക്കുക? എക്സൻ്റെ സ്ഥാനത്ത് ആരെയാണ് എടുത്തത്? x3 ആണ് എടുത്തത്. എന്തുകൊണ്ടാണ് x3 എന്ന് എടുത്തത്? നോക്കിക്കേ, ക്വസ്റ്റ്യനിൽ കിടക്കുന്നത് കണ്ടോ, തേർഡ് ടേം എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് നമ്മളിവിടെ എന്ത് തന്നെ എടുത്തു? x3 എന്ന് എടുത്തു. മൈനസ്
ഉണ്ടോ n-1 നോക്കിയേ xnൻ്റെ സ്ഥാനത്ത് നമ്മൾ x3 എടുത്തു മൈനസ് n-1 എന്ന് പറയുമ്പോൾ ഇവിടെ n എത്രയായിരുന്നു 3 ആയിരുന്നു ആ 3 തന്നെയാണ് ഇവിടെ വരേണ്ടത് ക്ലിയർ ആയല്ലോ 3 - 1 × d ക്ലിയർ ആയില്ലേ ഇനി നമുക്ക് എന്ത് ചെയ്യാം x3 എന്ന് പറയുന്ന ആൾ ആരായിരുന്നു മൂന്നാം ടേംസ് പറഞ്ഞ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ആരായിരുന്നു 34 അതുകൊണ്ട് നമുക്കിവിടെ എന്തെടുക്കാം 34 കണ്ടോ x3യുടെ സ്ഥാനത്ത് 34 എടുത്തു മൈനസ് ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടി 2 കിട്ടി ഇൻറ്റു നമുക്കിപ്പോൾ ഡിഫറൻസ് നമ്മൾ കണ്ടെത്തിയതല്ലേ എത്രയായിരുന്നു നമ്മുടെ ഡിഫറൻസ് ഇവിടെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ 33/3 ചെയ്തപ്പോൾ 11 കിട്ടി അപ്പോൾ നമ്മുടെ ഫോർമുല പ്രകാരം എന്താ ചെയ്യേണ്ടത് ഇവിടെ ഡിവിയുടെ സ്ഥാനത്ത് 11 ഇട്ട് കൊടുക്കുക സോ 34 മൈനസ് ഇത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്യുക 2 × 11 22 ഒരിക്കലും ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്തിട്ട് ഇതും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കരുത് ഫസ്റ്റ് മൾട്ടിപ്പിളിനാണ് നമ്മൾ കൊടുക്കേണ്ടത് ബോർഡ് മാസ് റൂൾ പ്രകാരം സോ 34 മൈനസ് 22 ഉണ്ടോ 2 × 11 ചെയ്യുമ്പോൾ 22 ദെൻ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 12 കിട്ടി അപ്പോൾ നമുക്ക് ആരെ ഇപ്പോൾ കണ്ടെത്തിയത് നമ്മൾ x1നെ നമ്മൾ കണ്ടെത്തി x1 എന്ന് പറഞ്ഞാൽ ആരാണ് ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് ടേം ആണ് 12 എന്ന് കിട്ടിയിരിക്കുന്നത് ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് സെക്കൻഡ് ടേമിനെ കണ്ടെത്തുമ്പോൾ എന്താ ചെയ്യേണ്ടത് കണ്ടോ x2 ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടേം സോ ഫസ്റ്റ് ടേം ആയിട്ടുള്ള 12ൻ്റെ കൂടെ നമ്മുടെ ഡിഫറൻസ് ആയിട്ടുള്ള 11 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി x2 കിട്ടി 23 കിട്ടി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും 23 കിട്ടും ഇനി x3 ചെയ്യാൻ നേരത്തെ എന്ത് ചെയ്താൽ മതി ഈ 23യെ എടുത്തിവിടെ എഴുതുക അതായത് സെക്കൻഡ് ടേം ആയിട്ടുള്ള 23നെ എടുത്തിവിടെ എഴുതി അതിൻ്റെ കൂടെ ഡിഫറൻസ് ആഡ് ചെയ്യുക സോ നമുക്ക് എന്താ കിട്ടിയത് 34 കിട്ടി ഇനിയോ നമ്മുടെ ഫോർത്ത് ടേം അതായത് x4 ഫോർത്ത് ടേമിനെ കാണാൻ എന്ത് ചെയ്യണം ഈ കിട്ടിയ തേർഡ് ടേമിൻ്റെ കൂടെ വീണ്ടും ഡിഫറൻസ് ആഡ് ചെയ്യുക സോ 45 കിട്ടി അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോബ്ലം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം പ്രക്രിയകളാണ് നമ്മൾ എന്തെല്ലാം മെത്തേഡാണ് യൂസ് ചെയ്തത് നമുക്കൊന്നും കൂടെ നോക്കാം അല്ലേ ആദ്യം നമ്മൾ എന്താ ചെയ്തത് ഡിഫറൻസ് കണ്ടെത്തി സോ ഡിഫറൻസ് കണ്ടെത്താൻ എന്താണ് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് അതല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം xm - xn/m-n ഇതെന്ന് പറഞ്ഞാൽ ടേം ആണ് ഇവിടെ എഴുതേണ്ടത് ഇത് ടേമിൻ്റെ സ്ഥാനമാണ് ഇവിടെ എഴുതേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ എഴുതി നമുക്ക് തന്നിട്ടുള്ളത് 67ഉം 34ഉം ആയിരുന്നു അതായത് 67 സിക്സ്ത് ടേമും 34 തേർഡ് ടേമും ആയിരുന്നു അപ്പോൾ നമ്മൾ ടേംസിനെ ഇവിടെ എഴുതിയിട്ട് ഇത് എത്രാമത്തെ ടേം ആയിരുന്നു 6 ആയിരുന്നു ഇത് എത്രാമത്തെ ടേം ആയിരുന്നു തേർഡ് ആയിരുന്നു സോ അതിനെ താഴെയും എഴുതുക ഡിവൈഡ് ഉണ്ടോ 67 - 34 ഡിവൈഡഡ് ബൈ 6 - 3 ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത് 33 ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്തപ്പോൾ എത്ര കിട്ടി 3 സോ ഇത് കട്ടായി പോകുമ്പോൾ എത്രയാണ് 11 സോ ഇതാണ് നമ്മുടെ എന്തെന്ന് ഡിഫറൻസ് നമ്മൾ കണ്ടെത്തി കണ്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ആ പ്രോബ്ലത്തിൽ ഡിഫറൻസ് ആണ് കണ്ടെത്തുക ഡിഫറൻസ് കണ്ടെത്തിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം x1 ഈ x1 കാണാൻ ഈ ഫോർമുല പഠിപ്പിച്ച് തരാം കേട്ടോ അതാണ് നിന്നോട്ടെ സോ x1 കാണാനുള്ള ഫോർമുല എന്താണ് xn - n-1 × d സോ x1 = xnൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു x3 കൊടുത്തു നമ്മളല്ലേ സോ x3 - n-1 എന്ന് പറയുമ്പോൾ ആ x3 എന്നാണ് കൊടുത്താൽ ആ 3 തന്നെയാണ് എന്നിൻ്റെ സ്ഥാനത്ത് വരേണ്ടത് കണ്ടോ n അപ്പോൾ രണ്ടിടം എന്താ 3 സോ 3 - 1d ഇനിയോ x3 എന്ന് പറയുന്നത് 34 ആണ് നമുക്ക് തന്നിട്ടുള്ള തേർഡ് ടേം 34 സോ 34 മൈനസ് ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുക 3 - 1 2 ഇൻറ്റു ഡിഫറൻസ് നമ്മളിപ്പോൾ കിട്ടി 11 സോ 34 - 22 = 12 സോ ഫസ്റ്റ് ടേം നമുക്ക് കിട്ടി ഡിഫറൻസും കിട്ടി ഇനി നമുക്ക് ഈസിയലി എല്ലാം കണ്ടെത്താൻ കണ്ടോ ഫസ്റ്റ് ടേം 12 ആണ് ദിസ് ഈസ് x1 ആണ് സോ x2 കാണാൻ എന്ത് ചെയ്യണം x1 പ്ലസ് ഡിഫറൻസ് ആയിട്ടുള്ള 11 കണ്ടോ 23 അങ്ങനെ നമുക്ക് x2 കിട്ടി അല്ലേ ദാറ്റ് ഈസ് സെക്കൻഡ് ടേം കിട്ടി സോ x3 കാണാൻ എന്താ ചെയ്യേണ്ടത് ഈ സെക്കൻഡ് ടേം ആയിട്ടുള്ള 23 പ്ലസ് 11 ആരാണ് ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 34 എഗെയിൻ x4 ആണ് അപ്പോൾ x3 ആയിട്ടുള്ള 34 പ്ലസ് 11 ചെയ്യുമ്പോൾ 45 അപ്പോൾ നമ്മുടെ എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് നമ്മളിവിടെ ഫോം ചെയ്തു ഏതൊക്കെയാണ് നമ്മുടെ 12 23 34 45 56 67 ഇങ്ങനെ പോകും അല്ലേ അപ്പോൾ എത്ര എണ്ണം ചെയ്യാൻ പറഞ്ഞാൽ 1 2 3 4 5 ആദ്യത്തെ 5 അരിത്തമെറ്റിക് സീക്വൻസ് ആണ് ഫോം ചെയ്യാൻ പറഞ്ഞാൽ ഇവിടെ 6 എഴുതിയിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു അപ്പോൾ ക്ലിയർ ആയില്ലേ ഇത് എങ്ങനെയാണെന്ന് കണ്ടോ ഇപ്പോൾ ഇത് തമ്മിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടും 23 - 12 ചെയ്താൽ എത്രയാണ് 11 34 - 23 ചെയ്താൽ എത്രയാണ് 11 ദെൻ 45 - 34 ചെയ്താലോ 11 അപ്പോൾ എല്ലാത്തിൻ്റെയും കോമൺ ഡിഫറൻസ് എത്രയാണ് 11 അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന ഒരു ശ്രേണിയാണ് നമ്മൾ ഇങ്ങനെ വരുന്ന ലിസ്റ്റ് ഓഫ് നമ്പേഴ്സിനെയാണ് നമ്മൾ പറയുന്നത് എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് ക്ലിയർ ആയല്ലോ ഓക്കെ താങ്ക് യു